15 വർഷം കൊണ്ടല്ലേ മാറ്റമില്ലാതെ ഒരു മാറ്റമില്ലാതെ ഇപ്പം വലുതായി വരുന്നുണ്ട്. വലുതായി വന്നിട്ട് ഇപ്പം പക്ഷെ രൂപത്തിന് മാറ്റമൊന്നും ഇല്ലല്ലോ, ഒരു മാറ്റവും. ആ സ്നാനങ്ങൾ വരുന്നത്. അതെ അതെ, ഇവിടെ വിവിധ വർണ്ണങ്ങളിലുള്ളവരുണ്ട്. 3 കളറിൽ ഞാൻ കണ്ടിട്ടുണ്ട്. പിന്നെ സ്വർണ്ണ കളറിലും മഞ്ഞ കളറിലും കറുപ്പ് കളറിലും കണ്ടിട്ടുണ്ടല്ലോ. കണ്ടിട്ടുണ്ട്. എത്ര പ്രാവശ്യം കണ്ടിട്ടുണ്ട്? 2-3-4 പ്രാവശ്യം കണ്ടു. പെട്ടെന്ന് അങ്ങ് വലിഞ്ഞു മാറും. പെട്ടെന്ന് എന്തോ വലിപ്പം കാണും. വെറും നൂല. ഞാൻ വെള്ളാങ്കുടി ക്ഷേത്രത്തിലെ സെക്രട്ടറിയാണ്. 5 വർഷം കൊണ്ട് സെക്രട്ടറി സ്ഥാനത്തിരിക്കുകയാണ്. പിന്നെ ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഒരു 15 വർഷത്തിന് മുമ്പ് ചെറുതായിട്ടൊന്ന് തെളിഞ്ഞു വന്നതാണ്. അത് കഴിഞ്ഞ് ഇത് സാധാരണയായിട്ട് ഇത് വളർന്നുകൊണ്ടേ ഇരിക്കുകയാണ്. ഇപ്പം ഈ നിലയിലെത്തി ഇതുവരെ അതിന് യാതൊരു കോട്ടങ്ങളോ യാതൊന്നും സംഭവിച്ചിട്ടില്ല. 15 വർഷമായി. 15 വർഷത്തിന് മേളിലായി. അപ്പോൾ ഇതുവരെ യാതൊരു കോട്ടങ്ങളും സംഭവിച്ചിട്ടില്ല. ഈ ഒരു രൂപത്തിലായതിനു ശേഷം പിന്നെ ഒരു മാറ്റമില്ല. വളർച്ചയുണ്ട്. ഈ ഒരു രൂപത്തിലായതിനു ശേഷം അത് വളർന്നുകൊണ്ടേ ഇരിക്കുകയാണ്. ഇപ്പോൾ വളർന്ന് ഈ നിലയിലായി. അപ്പം ഇതിപ്പോൾ മഴയായിട്ടാണ് ഈ രീതിയിൽ കാണുന്നത്. അല്ലെന്നുണ്ടെങ്കിൽ നല്ല തേജസ്സായിട്ട് നിൽക്കുന്നതാണ്. അതെ. അപ്പൊ ഈ ഗണപതി അമ്പലത്തിന്റെ നേരെ ഫ്രണ്ടിൽ തന്നെ അവിടെ ഗണപതി ഹോമം നടത്തുന്ന ഇതുണ്ട്. അതിനോട് ചേർന്ന് തന്നെയാണ് ഇത് പൊങ്ങി വന്നിട്ടുള്ളത്. ഇത് കാഞ്ഞരമരമാണ്. ഇതിന്റെ ഈ കാണുന്നത് കാഞ്ഞരമരം. അവിടുന്ന് നേരെ ഇറങ്ങി വാതിൽ വന്നതിന് ശേഷം ഗണപതിയുടെ രൂപം ധരിച്ച് ഇതാരാ ഇത് കണ്ടെത്തുന്നത്? ഇത് ശരിക്കും പറഞ്ഞാൽ ഗണപതിയുടെ രൂപം ഇതിപ്പം നേരത്തെ 15 വർഷത്തിന് മുമ്പുള്ള കാര്യം. എനിക്ക് അതിനെപ്പറ്റി ഞാൻ ഈ സ്ഥലത്തില്ലാത്ത പാർട്ടിയാണ്. ഇവിടുത്തെ ഭരണകർത്താക്കളും പിന്നെ ഇവിടുത്തെ കുടുംബാംഗങ്ങളും ഒക്കെ ഇത് ആദ്യം കണ്ടത്. അതിനുശേഷം ഇതിന് 4 വശം ബൗണ്ടറി ഉണ്ടാക്കി വിളക്ക് കത്തിക്കുകയും പിന്നെ മാല ഇടുകയൊക്കെ ചെയ്യുന്നുണ്ട്. ഇപ്പൊ ഈ സമയം ആയതുകൊണ്ടാണ് ഇപ്പൊ അതിന് മാലയില്ലാത്തത്. അല്ലെങ്കിൽ വൈകുന്നേര സമയമാണല്ലോ. ഇനിയിപ്പം എല്ലാം പൂജയൊക്കെ തുടങ്ങാൻ പോകുന്നതല്ല ഉള്ളു. അപ്പോൾ അത് കഴിയുന്നതാണ് ഇതിനെ അലങ്കരിച്ച് വിളക്കൊക്കെ കത്തിച്ച് അങ്ങനെയാണ് സാധാരണ ചെയ്യാറുള്ളത്. ശരിക്കും ഒരു ഗണപതിയുടെ അതേ രൂപം, സെയിം രൂപമാണ്. യാതൊന്നും നമ്മളത് ചെയ്തിട്ടില്ല. എനിക്ക് അതിനകത്തിലെ കണ്ണുമൊക്കെ നമ്മൾ വരച്ചത്. ബാക്കിയെല്ലാം അത് അതായിട്ട് ആ സെയിം രൂപത്തിൽ വന്നതാണ്. അപ്പോൾ ഇവിടെ തൊഴാൻ വരുന്നവരൊക്കെ ഇവിടെ തൊഴുതിന് ശേഷമാണ് ബാക്കിയുള്ള സ്ഥലങ്ങളിൽ തൊഴാൻ പോകുന്നത്. ഇവിടെ ദൂരെ നിന്നൊക്കെ ആദ്യം തൊഴുന്നത് ആണ്. ദൂരെ നിന്നൊക്കെ ആൾക്കാർ വന്ന് തൊഴാറുണ്ട്. നമ്മുടെ ഇത് കുടുംബക്ഷേത്രമാണ്. കുടുംബക്കാർ മാത്രമാണ് ഇവിടെ. എത്ര കുടുംബങ്ങൾ ചേർന്ന ഈ അമ്പലം? ഇത് ഇപ്പോൾ 200 മേളിൽ കാണും ആൾക്കാർ. 200 മേളിൽ കാണും. എല്ലാ വർഷവും വാർഷികമുണ്ട്. പിന്നെ അത് കഴിഞ്ഞിട്ട് ഇവിടെ പ്രധാനമായിട്ട് അന്നദാനമാണ്. അന്നദാനം എന്ന് വെച്ചാൽ കർക്കിടക മാസം 32 ദിവസവും ഔഷധക്കഞ്ഞിയും വായിനയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് കഴിഞ്ഞിട്ട് വൃശ്ചിക മാസത്തിലായാലും അതുപോലെ തന്നെ. പിന്നെ ഉത്സവത്തിന് ഇവിടെ പ്രധാനം അന്നദാനമാണ്. എനിക്ക് തോന്നുന്നു ഈ കാവും കുരിയാലയും ഈ കുളവും നാഗപ്രതിഷ്ഠയൊക്കെ ഉള്ളത് ഇപ്പം കാണാനായിട്ട് വളരെ അല്ലേ? അത് തന്നെ. ഇത് പണ്ടേ ഈ അമ്പലമൊന്നും ഇത്രയും ഇല്ലായിരുന്നു. അന്നിവിടെ കുഴിയാലയും കാവും കുളവുമായിരുന്നു. അന്നിവിടെ തുള്ളലുണ്ട്. ഇവിടുത്തെ പിന്നെ വേറൊരു വിശേഷം എന്ന് വെച്ചാൽ ഇവിടെ തുള്ളലുണ്ട്. ഞങ്ങളുടെ ആസ്ഥാനം എന്ന് പറയുന്നത് ഇവിടെ കിഴക്കോട്ട് മാറി കാവഞ്ചൽ എന്ന് പറയും. അപ്പോൾ അവിടെ നിന്നാണ് സർപ്പപൂജ നടത്തിയതിന് ശേഷം അവിടുന്ന് ഈ തുള്ളുന്ന ആൾക്കാർ ഈ ചൂരിലേക്ക് കയറി ചൂരിലൊടിച്ചോണ്ട് ആണ് തുള്ളി ഈ അമ്പലത്തിൽ പഴമയുടെ ഒരു ആചാരമില്ലേ? ആണ്. അതുപോലെ തന്നെ പിന്നെ വേറൊരു വിശേഷം, ഇവിടെ വിശേഷ ദിവസങ്ങളിൽ എന്തെങ്കിലും അവർക്ക് തൃപ്തി അല്ലാതെ വരുന്ന സർപ്പങ്ങളുടെ പ്രത്യക്ഷപ്പെടും. അതും ഇന്ന് ഒരു കളറിൽ വന്നു കഴിഞ്ഞാൽ പിന്നെ അടുത്ത പ്രാവശ്യം വേറൊരു കളർ വരും. അങ്ങനെ 2-3 കളറിൽ ആണ് വരുന്നത്. വെള്ളിയുടെ നിറം വന്നിട്ടുണ്ട്, സ്വർണ്ണത്തിൻ്റെ നിറം വന്നിട്ടുണ്ട്, പിന്നെ പച്ച കളറിൽ വന്നിട്ടുണ്ട്. അങ്ങനെയുള്ള നാഗങ്ങളെ കണ്ടിട്ടുണ്ട്. നാഗങ്ങളെ ഇവിടെ കണ്ട് നമ്മൾ ഫോട്ടോ എടുക്കുന്നതിനും പോയിക്കളെ. അങ്ങനെ ഒരു കുഴപ്പമുണ്ട്. ഒരു ശക്തി വിശേഷം ഉണ്ട്. അത് കേട്ടറിഞ്ഞ് ഇവിടെ ആൾക്കാർ വരാറുണ്ട്. നാഗങ്ങളുടെ കാവൽ ഇവിടെ ഉണ്ട്. ക്ഷേത്രത്തിൽ ശക്തി വിശേഷം ഉണ്ട്. അത് കേട്ടറിഞ്ഞ് ഇവിടെ ആൾക്കാർ വരാറുണ്ട്. നാഗങ്ങളുടെ കാവൽ ഇവിടെ ഉണ്ട്. ക്ഷേത്രത്തിൽ ഉണ്ട്. അത് അച്ചിട്ടവാ. ആര് നമ്മുടെ കുടുംബക്കാരെന്ത് തെറ്റ് ചെയ്താലും അവരുടെ വീട്ടിലും സാധാരണ ചെല്ലാറുണ്ട്. അന്നേരം അവർ പ്രായച്ചിത്തം പറഞ്ഞ് അപ്പോഴേ തന്നെ അത് പോവുകയും ചെയ്യും. ഇവിടുത്തെ വിശേഷാൽ പൂജകളൊക്കെ വർഷത്തിലാണോ? വർഷത്തിലെ മകയിരത്തിൻ്റെ അന്നാണ്. പിന്നെ അന്ന് ഈ സർപ്പം തുള്ളലൊക്കെ നടക്കാം. അന്ന് സർപ്പം തുള്ളലുണ്ട്. 100 പാലും ഉണ്ട്. 100 പാലും കഴിഞ്ഞ് രാത്രിയിലെ സർപ്പം തുള്ളൽ
അത് ഈ കളവെഴുതിയൊക്കെ ഉള്ള കളവെഴുതി പുള്ളുവപ്പാട്ടും അതും ഇതും എല്ലാം കൂടെ വെച്ചിട്ടാണ് സർപ്പം തുള്ളൽ നടക്കുന്നത്. അത് കാപ്പ് കെട്ടിയ ആൾക്കാരെ നിർത്തി അവരാണ് തുള്ളുന്നത്. അങ്ങനെയൊക്കെ വിശേഷം നടക്കുന്നൊരു അമ്പലമാണ് ആലപ്പുഴ ജില്ല അല്ലേ? ആലപ്പുഴ ജില്ല കാർത്തികപ്പള്ളി താലൂക്ക് കായംകുളത്ത് നിന്ന് പടിഞ്ഞോട്ട് വന്നിട്ട് കളരിക്കൽ ജംഗ്ഷനിൽ വന്ന് തെക്കോട്ട് തിരിയുന്നതാണ് രണ്ടാമത്തെ വളവ്. രണ്ടാമത്തെ വളവിൻ്റെ പടിഞ്ഞാറ് ഏറ്റവും 4 വശം മാൽക്കൊട്ടയോട് കൂടിയ ക്ഷേത്രമാണ്. ഇത് ആദ്യം വന്നതെന്ന് കണ്ട പേര് തെളിഞ്ഞ് വന്നതാണ്. കാഞ്ഞിരത്തിൻ്റെ പേര് നേരെ വന്നിരിക്കുന്നത് ഗണപതി അമ്പലത്തിൻ്റെ ഫ്രണ്ടിലാണ്. അവിടെ വന്നാണ് ഈ രൂപം പൂണ്ടത്. ഇപ്പോൾ അത് അതേ രൂപത്തിൽ തന്നെ ഇരിക്കുക, യാതൊരു വ്യത്യാസമില്ല. കണ്ടെത്തിയതിന് ശേഷം വേണ്ട എല്ലാ അതിനുള്ള ആ റെസ്പെക്ട്, അതിനുള്ള ആ ബഹുമാനം നമ്മൾ കൊടുക്കുന്നു ഭഗവാന്റെ ആ രൂപത്തിൽ തന്നെ. അത് വരുന്നവരായാലും നമ്മളായാലും കുടുംബക്കാരെല്ലാവരും വന്ന് ഇവിടെ തൊഴുതിന് ശേഷമാണ് ബാക്കിയുള്ളടത്തോട്ട് പോകുന്നത്. അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളുണ്ട്. പിന്നെ ഇടയ്ക്കിടയ്ക്ക് ദൂരെ നിന്നൊക്കെ ആൾക്കാർ ഇത് കാണാനായിട്ട് വരുന്നുണ്ട്. 15 വർഷം കൊണ്ടല്ലേ ഒരു മാറ്റമില്ലാതെ വരികയാണ്. അല്പം വലുതായി വരുന്നുണ്ട്, വലുതായി വന്നിരിക്കുക ഇപ്പം. പക്ഷെ രൂപത്തിന് മാറ്റമൊന്നുമില്ല. ഇല്ല, ഒരു മാറ്റവും ആ സെയിം തന്നെ. ആ മസ്തകമൊക്കെ കറക്റ്റായിട്ടാണ് വന്നിരിക്കുന്നത്. ഇത് ഇപ്പൊ ആരും ഉണ്ടാക്കിയെടുത്തതല്ല, മനുഷ്യനിർമ്മിതമല്ല, പ്രകൃതിദത്തമായിട്ടുള്ളതാണ്. പ്രകൃതി ഭഗവാന്റെ രൂപത്തിൽ ഇറങ്ങി വരുന്ന കാഴ്ച. ആ ഒരു വലിയ പേര് ഇറങ്ങി വന്നിട്ട് ഇവിടെ വന്നിട്ടാണ് ഈ രൂപം വന്നിട്ട് അത് ഗണപതിയുടെ മുമ്പിൽ വന്നപ്പോ വലിയ രൂപം. അത് ഗണപതിയുടെ സെയിം മസ്തകം മാതിരി. പല രൂപങ്ങൾ വരുന്ന വേരുകളൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. ഗണപതിയുടെ രൂപം ധരിച്ച ഒരു വേര് ഇതൊരു അത്ഭുതം തന്നെ. ഇവിടെ ദൂര സ്ഥലത്തു നിന്നൊക്കെ ആൾക്കാർ വന്ന് ഇത് കാണാൻ വരുന്നുണ്ട്. ഈ സമയങ്ങളിൽ ഇവിടെ ഒരു കുഴിയാലയും ഈ ദൈവങ്ങളുടെ പ്രതിഷ്ഠയും കാവും ഒക്കെ ആയിരുന്നു. അത് മാറിയിട്ടാണ് പിന്നെ അമ്പലം പണിത്. അമ്പലം പണിതിട്ട് ഇപ്പോൾ 10-25 വർഷമായി. പ്രധാന പ്രതിഷ്ഠ ദേവിയാണ്. പ്രധാന പ്രതിഷ്ഠ ഭദ്രയും, രണ്ടാമത്തത് ദുർഗയാണ്. ഇവിടെ ദേവതമാരൊക്കെ കുറെ ഉണ്ടെന്നോ അല്ലേ? ഉണ്ട്. പിന്നെ ദുർഗയും ഭദ്രയാണ് മെയിൻ. പിന്നെ സുബ്രഹ്മണ്യം. പിന്നെ ഗണപതിക്ക് ഇവിടെ പ്രാധാന്യമുണ്ട്. ഗണപതിക്ക് പ്രാധാന്യമുണ്ടെന്ന് എല്ലാ 1-ാം തീയതിയും ഇവിടെ ഏത് കാര്യങ്ങൾ നടന്നാലും ഗണപതി ഹോമം നടത്താതെ ഇത് നട തുറക്കത്തില്ല. അങ്ങനെയാണ്. അപ്പോൾ അതിനൊരു പൂജാവിധിയും കൂടെ ഉണ്ട്. അപ്പോൾ ഇത് ഞങ്ങൾ അമ്പലം ഒന്ന് പുതുക്കെ പണിയണമെന്ന് വിചാരിച്ചിരിക്കുക. എല്ലാ അമ്പലവും ഇല്ല. ആ ദുർഗാക്ഷേത്രം ചെറുതായിട്ട് നമ്മൾ ഇതിൻ്റെ ദേവപ്രശ്നത്തിൽ പ്രശ്നമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ദൈവാധീനം ഒന്ന് നോക്കിച്ചു. അപ്പോൾ ആ ദൈവാധീനത്തിൽ തെളിഞ്ഞത് ഈ വടക്കുള്ള അമ്പലം ദുർഗാക്ഷേത്രം ഇരുന്ന് പൂജിക്കാൻ പറ്റുന്നില്ല. അപ്പോൾ അതുകൊണ്ട് അത് ഇരുന്ന് പൂജിക്കത്തക്ക രീതിയിൽ ഉണ്ടാക്കണമെന്നുള്ളതാണ്. അതുപോലെ തന്നെ ഗണപതി അമ്പലം വലുതാക്കാനുള്ള പരിപാടി. അപ്പം ഈ വേരിനെ സംരക്ഷിക്കാനായിട്ട് എന്തെങ്കിലും മേക്കൂര അങ്ങനെ അത് മേക്കൂര ചെയ്യണ്ടാണെന്നുള്ളതാണ്. അപ്പൊ ഈ പ്രകൃതിയായിട്ട് ഇത് പ്രകൃതിയിൽ വന്നതല്ലേ. അപ്പൊ അതേ രീതിയിൽ തന്നെ നിലനിർത്താമെന്നുള്ള പ്ലാനില്ല. പിന്നെ ഇനിയിപ്പോൾ നമ്മൾ അടുത്ത വർഷം ഇവിടെ ജ്യോത്സ്യമുണ്ട്, ദേവപ്രശ്നമുണ്ട്. അടുത്ത വർഷം ദേവപ്രശ്നം നടത്തുന്ന അറിയാൻ പറ്റും. അല്ലാതെ ഇപ്പം നമുക്ക് ഇതിനെപ്പറ്റി യാതൊന്നും പറയാൻ പറ്റുന്നില്ല. എന്തായാലും പൂജാവിധികൾ കൊടുക്കും. അത് നമ്മൾ അവിടെ അർഹിക്കുന്നത് നടത്തിയതിന് ശേഷം ബാക്കി കാര്യങ്ങൾ നടത്തത്തുള്ളൂ. കാവൊക്കെ ഇപ്പോഴും സംരക്ഷിക്കുന്നത് കാവ് കൊണ്ട് സംരക്ഷിക്കാം. അങ്ങോട്ട് കാവുണ്ട്. പിന്നെ നമ്മുടെ വലിയ കാവെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കിഴക്ക് ആസ്ഥാനത്താണ്. ഇവിടുത്തെ മൂലസ്ഥാനം അവിടെയാണ് വലിയ കാവും കുളവും. അതും ഇതുപോലെ 4 വശം ബൗണ്ടറിയൊക്കെ ചെയ്ത് നല്ല ഐശ്വര്യമുള്ള നല്ല മണ്ണ്, വെള്ള മണ്ണൊക്കെ ഉള്ള കുറവാണ്. നമ്മളിവിടെ കടവണ്ണെന്ന് ഇറക്കിയിട്ടല്ലേ ഇത് പ്രകൃതിദത്തമായിട്ടുള്ള ആ മണ്ണാണ്. നാഗങ്ങൾ വസിക്കുന്ന സ്ഥലമാണ്. ഇവിടെ നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. ഇവിടെ ഇന്റർലോക്ക് ചെയ്യുകയോ അങ്ങനെയൊന്നും ചെയ്യാൻ പറ്റില്ല. അവർ വസിക്കുന്ന സ്ഥലമല്ലേ. അതുകൊണ്ട് അവർക്ക് ദോഷം വരുന്ന രീതിയിൽ നമുക്ക് ഇവിടെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. അവിടെ ഇതുപോലെ 2 നൂറുംപാലുമാണ്. അതിൻ്റെ ഇടയ്ക്ക് തന്നെ ഈ സംഭവം കാണാനായിട്ട് ഈ 100 പാൽ ദിവസമായി ആരെങ്കിലും ഒരാൾ പ്രത്യക്ഷപ്പെടും. ഇവിടെ തന്നെ എൻ്റെ മുമ്പിൽ തന്നെ ആയിരിക്കും വരുന്നത്. അങ്ങനെ ഓരോരുത്തർ കണ്ടിട്ടുണ്ട്. അല്ലെങ്കിൽ നമുക്ക് ഒരു മാറ്റമില്ലാതെ തുടരുകയാണ് ഈ 15 വർഷം കൊണ്ട്. ഇതിപ്പം ഒരു കാരണവശാലും ഇതിപ്പം നമ്മൾ പറഞ്ഞില്ലേ, ഇപ്പം ആ ഒരു രീതി എന്ന് പറഞ്ഞാൽ ഇങ്ങനെ കുറേശ്ശെ ഇങ്ങനെ നിരപ്പായിരുന്നു. അത് കഴിഞ്ഞ് ഇങ്ങനെ വന്ന് ഇതിന് പ്രദക്ഷിണമായിട്ട് പോകുന്നത്. അമ്മയ്ക്ക് പറയും പ്രദക്ഷിണമാണ്. ഇങ്ങോട്ട് വളർന്നിട്ടില്ല. പ്രദക്ഷിണ വഴി ഫ്രീ ആയിട്ട് കിടക്കുക അല്ലേ? ഇങ്ങനെ വന്ന് ഇങ്ങനെ അടിയിൽ കൂടെ ഇങ്ങനെ പോയിട്ടുണ്ട്. അവിടെ വന്നപ്പോ താന്നു പോയി. പ്രദക്ഷിണ വഴി വന്നപ്പോ വേരിന്റെ തുമ്പ് താന്നു പോയിട്ടുണ്ട്. ഇതിനെ കൂടെ ഇങ്ങനെ വന്ന് ഇങ്ങനെ വരുവാ. ഇങ്ങനെ വന്നിട്ട് അവിടെ വന്നപ്പോ തുമ്പിക്കയുടെ ഫ്രണ്ട് അങ്ങ് താന്നു പോയി. അതെ. ഇവിടെ നമ്മുടെ പ്രശ്നം
ഇവരെൻ്റെ കാര്യം മുട്ടില്ലാതെ ഓടിക്കുന്നുണ്ട്. അതെ അതെ അതെ. ഇതിപ്പോൾ ഇത്രയും വർഷം കഴിഞ്ഞു ഒറ്റ നേരമേ ഉള്ളൂ. തിരുമേനി എത്ര വർഷമായി ഇവിടെ? ഞാൻ ഏതാണ്ട് ഒരു 12 വർഷം കഴിഞ്ഞിട്ടു. അതെ അതെ. അന്നേരം സംഭവം എന്ന് പറഞ്ഞാൽ ഇവിടെ ഒരു പ്രത്യേക ഒരു നമ്മളൊരു സന്ധ്യ ആയി കഴിഞ്ഞാൽ ഒരു അന്തരീക്ഷമുള്ള സ്ഥലമാണ്, നല്ലൊരു എനർജി. എന്നാൽ ഞങ്ങളുടെ വിശാലമായ നമുക്ക് പകലായാലും വന്ന് ഇവിടെ തന്നെ കേൾക്കാം. അങ്ങനെയുള്ള കാര്യങ്ങളാണ്. കളറിലും പിന്നെ സ്വർണ്ണ കളറിലും മഞ്ഞ കളറിലും കറുപ്പ് കളറിലും കണ്ടിട്ടുണ്ടല്ലോ അല്ലേ? കണ്ടിട്ടുണ്ട്. എത്ര പ്രാവശ്യം കണ്ടിട്ടുണ്ട്? 2-3-4 പ്രാവശ്യം കണ്ട്. പെട്ടെന്ന് അങ്ങ് വലിഞ്ഞു മാറും അല്ലേ? എന്തോ വലിപ്പം കാണും ഈ നാഗ? വെറും നൂല. വെറും നൂല് പോലെ ഇരിക്കും അല്ലേ? മഞ്ഞ കളറിലും വരും. മഞ്ഞ കളറിലും വരും. മഞ്ഞ കളർ ഉപദ്രവിക്ക് തോന്നില്ല, പെട്ടെന്ന് പോകും അല്ലേ? വലിഞ്ഞങ്ങ് പോകും. ഒരു ഉപദ്രവവും ഇല്ല. 2-3 പ്രാവശ്യം കണ്ടിട്ടുണ്ട്. ഉണ്ട്. ഒരു പ്രാവശ്യം ഞാൻ ചെന്ന് എടുത്തതാണ്. അറിയാതെ എടുത്ത്. അറിയാതെ. ഇപ്പൊ എല്ലാരും കൂടി ഇങ്ങനെ പിന്നെ പ്രശ്നം പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു അമ്പലത്തിന്റെ വാതൊക്കെ ചാടി ഇങ്ങനെ വന്ന് അവിടെ കിടന്നേച്ച് അല്പ കഴിഞ്ഞപ്പോ അങ്ങ് പോയി. ഒരു ശല്യമൊന്നുമില്ല. ആരും ഉപദ്രവിക്കത്തില്ല. കാണാൻ നല്ല ഭംഗിയല്ലേ? നൂല് പോലെ ഇരിക്കും. നൂല് പോലെ നല്ല സത്യമുള്ള ദൈവങ്ങളാ. കാണപ്പെട്ട ദൈവങ്ങളാണ് സർപ്പ ദൈവങ്ങളാണ്.